മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലേഖയാണെങ്കിൽ കുഞ്ഞിനെ കാണാനുള്ള കൊതി കൊണ്ട് തന്നെ വീഡിയോ കോൾ ചെയ്യുകയാണ്. ഈ സമയം കണ്ണനും മഹിക്കും ഇടയിൽ കുഞ്ഞാണെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. മഹിയാണെങ്കിൽ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണൻ ലേഖയോട് പറയുകയാണ്, നീ വിഷമിക്കൊന്നും വേണ്ട, ഇന്നിപ്പോൾ ഇങ്ങോട്ട് മഞ്ജുവിനെ വിട്ടയച്ചതിന് പുറകിൽ നീയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞിനെ കാണാതെ ഇരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ദേ നോക്ക്, നാളെ ഞങ്ങൾ രാവിലെ തന്നെ കുഞ്ഞുമായിട്ട് അങ്ങോട്ട് വരും. പിന്നെ നീയാണ് അതിൻ്റെ അമ്മ. മഹി നാളെ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരികയാണെന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ ഇത് കേട്ട് ലേഖയ്ക്കാണെങ്കിൽ സന്തോഷമാവുകയാണ്. ആ അത് മതി, ഞാൻ എൻ്റെ നീലമ്മൾ ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്നൊക്കെ പറയുകയാണ്. ആ ജാനമ്മ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്ന് പറയുമ്പോൾ അവർ വന്നോട്ടെ, നിനക്കൊരു സഹായമാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കണ്ണനും മഹിയും നാളെ കാണാമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ്. എന്തായാലും ഇന്ന് രാത്രി തനിക്ക് ഉറക്കം വരില്ല എന്നുള്ള സത്യം ലേഖ മനസ്സിലാക്കുന്നു. ശേഷം പ്രതാപനാണെങ്കിൽ വീണ്ടും ജാനമ്മയെ തെറ്റുകൾ ചെയ്യാനായിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിനെ ഞങ്ങളെ ഏൽപ്പിക്കണം. നിങ്ങൾ ആ വീട്ടിൽ പോയതിന് ശേഷം ഒരാൾക്ക് എടുത്തിട്ട് പോകാൻ പാകത്തിന് വേണം കുഞ്ഞിനെ കിടത്താനായിട്ട്. ആ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്തെന്നാൽ മതി. ആർക്കും നിങ്ങളുടെ മേലെ ഡൗട്ട് പോലും തോന്നില്ല. എൻ്റെ ഒരാൾ അവിടേക്ക് വരും. കൃത്യമായി തന്നെ നിങ്ങൾ ആ കുഞ്ഞിനെ അവിടെ വെക്കുകയാണെങ്കിൽ അയാൾ ആരും അറിയാതെ എടുത്തിട്ട് പോകുമെന്നൊക്കെ പറയുമ്പോൾ ജാനമ്മയാണെങ്കിൽ ആകെ പേടിക്കുകയാണ്. സാറേ, ഇതൊക്കെ പ്രശ്നമല്ലേ? ആ കുഞ്ഞിനെ വെറുതെ വിട്ടോടെ, എന്തിനാ അതിനെങ്ങനെ ദ്രോഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് ചെയ്താൽ മതി, നിങ്ങൾക്ക് കിട്ടാനുള്ള തുക കിട്ടുന്നുണ്ടല്ലോ, നിങ്ങളുടെ മോൻ്റെ ജീവനല്ലേ വലുതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാനമ്മയെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ ജാനമ്മ രാവിലെ തന്നെ എത്തുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിനെ പ്രതാപന്റെ ആൾക്ക് കൊണ്ടുപോകാൻ പാകത്തിൽ കിടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രതാപന്റെ ആ ഒരു ഗുണ്ട എത്തുന്നുണ്ട് നീലമോളെ എടുക്കാനായിട്ട്. ആരും അറിയാതെയാണ് അയാൾ അകത്തേക്ക് കയറുന്നത്. ജാനമ്മയാണെങ്കിൽ അതിനൊക്കെ തന്നെ സഹായിയായിട്ട് നിൽക്കുന്നുമുണ്ട്. എന്തായാലും നീലമോൾ തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു വരും. അപ്പോൾ കാത്തിരിക്കാം ഇന്നത്തെ കിടിലൻ എപ്പിസോഡ്.